ഗുഡ് മോർണിംഗ്. നമ്മുടെ ട്രിപ്പ് ഓൺ വ്ളോഗിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ പ്രാവശ്യം നമ്മുടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന സ്ഥലം നമ്മുടെ കൊടൈക്കനാലാണ്. കാരണം കൊടൈക്കനാൽ എല്ലാവരും ഒരുപാട് പോയതാണ്. ഇപ്പോൾ വേറെ നമ്മുടെ ഒരു മലയാളം മൂവി മഞ്ഞുമൽ ബോയ്സ് ഫിലിം ഇറങ്ങിയ ശേഷം ഒരുപാട് പേര് ഇപ്പോൾ കൊടൈക്കനാലിലൊക്കെ യാത്ര ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അത് ഉദ്ദേശിച്ചിട്ട് നമ്മളുള്ള യാത്രയല്ല. നമുക്ക് കൺട്രി ക്ലബ്ബ് എന്ന് പറഞ്ഞ ഒരു ഹോളിഡേ ഗ്രൂപ്പിൻ്റെ ഫ്രീ ആയിട്ടുള്ള ഒരു പാക്കേജ് നമുക്ക് കിട്ടിയതാണ്. നമ്മൾ അതിൻ്റെ ഒരു മെമ്പർഷിപ്പ് എടുത്തായിരുന്നു. അപ്പോൾ അതിന് മെമ്പർഷിപ്പ് എടുക്കുമ്പം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു 3 days ഫ്രീ ആയിട്ട് നമുക്കൊരു അവരെ റിസോർട്ടിൽ താമസിക്കാനുള്ള ഒരു സൗകര്യം നമുക്ക് കിട്ടിയിരുന്നു. അത് നമ്മളൊന്ന് ഉപയോഗിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മുടെ ഫാമിലി എല്ലാവരും ഉണ്ട്, അജു ഉണ്ട്, പാറു ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം നമ്മളിതാ ഏകദേശം നമ്മളിപ്പോൾ ഇവിടെ എത്തി. നമ്മൾ ഏകദേശം ഇപ്പം നമ്മൾ പാലക്കാട് നിന്ന് പൊള്ളാച്ചി, ഗോപാലപുരം, മീനാക്ഷിപുരം ആ റൂട്ടിൽ നമ്മളിങ്ങനെ വന്ന് നേരെ പഴനി കയറി. അപ്പം നമ്മൾ ആദ്യം നമ്മൾ പഴനി ക്ഷേത്രത്തിലൊന്ന് പോകണം. ആ പഴനി ക്ഷേത്രത്തിലൊന്ന് കയറിയിട്ട് അവിടെ നേരെ നാളെ രാവിലെ നമ്മൾ അവിടെ നേരെ കൊടൈക്കനാലിലേക്ക് പോകും. അപ്പോൾ നമ്മളിതാ റൂട്ടിൽ നമ്മളിവിടെ എത്തിയപ്പം കണ്ടോ ഏകദേശം നമ്മൾ ആ ഒരു വഴിയിലേക്ക് എത്തി. അപ്പോൾ എല്ലാവരും നൊങ്ക് കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഒന്ന് സൈഡാക്കിയാണ്. അവിടെ വേറെ എന്തോ ഒരു കാര്യമുണ്ട്. വൈഫ് അത് നോക്കിയിരിക്കുകയാണ്. പിള്ളേരൊക്കെ ഇവിടെ ഉണ്ട് നൊങ്ങിൻ്റെ അവിടെ. അപ്പം നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പഴനിയിലേക്ക് യാത്രയാവാണ് കേട്ടോ. നമ്മൾ ഈ തമിഴ്നാട് ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ചൂട് സമയത്ത് നമുക്ക് ഈ നൊങ്ക് നല്ല നമ്മുടെ ബോഡീനെ തണുപ്പിക്കുന്ന ഒരു സംഭവം കേട്ടോ. അതുപോലെ തന്നെ ഇത് അതിൻ്റെ കള്ള കേട്ടോ, കുപ്പിയിലാക്കി. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഒരു വ്യത്യാസമുണ്ട്. ചില നമുക്കൊന്നും ഇഷ്ടപ്പെടില്ല, ചിലപ്പോൾ ഛർദ്ദിക്കാനൊക്കെ വരും. പക്ഷെ നൊങ്ക് നമുക്ക് സുലഭമായിട്ട് പരിചയമാണ്. നമ്മുടെ നാട്ടിലെല്ലാവരും കഴിക്കുന്നതാണ് കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഇവിടെ എന്തോ ഒരു പഴം വെക്കുന്നുണ്ട്. ഇതെന്താ സംഭവം എന്നല്ല. ഇതെന്താണ് ഇതെന്നാ കുറുക്കാപ്പുളിപ്പഴം. അപ്പം പിന്നെ ഷുഗർ ഹാർട്ട് പേഷ്യന്റ് നല്ലതല്ലേ, ബോഡി കൂളാവും അല്ലേ. നിങ്ങൾ ആരെങ്കിലും ഈ ഒരു സാധനം കണ്ടിട്ടുണ്ടോ? എന്താണ് പേരെന്നാ സുനിയ? ചീനി പുഴിങ്ങ പഴം എന്നാണ് ഇതിന്റെ പേര് കേട്ടോ. പുഷ്, ഇംഗ്ലീഷിൽ പുഷ് നമ്മൾ പറയാം. പക്ഷെ ഞാൻ ആദ്യമായിട്ട് കാണാണ്. ഇതാണ് സാധനം. ഇതാണ് അതിന്റെ അകത്തുള്ള. ഇത് എപ്പടി സാപ്പിടുന്നത്? കഴിക്കാം. ആ ഇത് കഴിച്ചിട്ടില്ലേ? കണ്ടോ, ഈ ഒരു സാധനമാണ് അതിന്റെ അകത്തുണ്ടാവുക. പൊട്ടിച്ചിട്ട് നമ്മൾ അടുത്ത് കഴിക്കണം എന്നാ പറയാം. എപ്പടി ഇത് കിലോവാ കേജിയാ? എപ്പടി? 1/4 കിലോ 100 രൂപ. അപ്പം വെറുതെ അല്ല, സംഭവം കോസ്റ്റ്ലി ആയിട്ടത്. 250 ഗ്രാം 100 രൂപയാണ്. അപ്പോൾ ഒരു കിലോന് 400 രൂപ. റൈറ്റ്, ഒരു കിലോ 400 രൂപയാണ്. എന്തായാലും സംഭവം ഞാനിത് ആദ്യമായിട്ട് കാണുകയാണ്. ഒരുപാട് നമ്മൾ തമിഴ്നാട് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു പഴം ആദ്യമായിട്ട് കാണുക കേട്ടോ. അത് കേരളാവിലിരിക്കാം. കേരളാവിലല്ലല്ലോ, കേരളാവിൽ കിട്ടൂല എന്നാണ് പറഞ്ഞത്. ഇതാണ് പഴം കേട്ടോ. പക്ഷെ ഇതിന്റെ മുകളിലൊക്കെ ഇങ്ങനെ ഈച്ച ഇരിക്കുന്നുണ്ട്. ഇപ്പൊ മധുരമാകുന്നുണ്ട്. സ്വീറ്റ് ആണ് അത്, ഇനിപ്പാ. നല്ല ഇനിപ്പാന്നാ പറഞ്ഞത് കേട്ടോ. എന്തായാലും നമുക്കൊന്ന് വാങ്ങി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളത് ആ ഒരു പഴം ഒന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ ഇതിന്റെ ഉള്ളിലൊരു കുരു ഉണ്ട് കേട്ടോ, കറുത്ത കളറിലൊരു കുരു ഉണ്ട്. നല്ല മധുരം കേട്ടോ. പറഞ്ഞു ശരിക്ക് നമ്മുടെ മധുരമുള്ള ഇളനീർ തിന്നുന്നത്. പക്ഷെ കുറച്ച് ഡ്രൈ ആട്ടോ, നൊങ്കില്ല. നമ്മളെ തേങ്ങയുടെ നൊങ്കില്ല, തേങ്ങ നൊങ്ക് അതുപോലെ സെയിം ആകുന്ന സാധനം. നല്ല മധുരമുള്ള സാധനം. ഇതാണ് അതിൻ്റെ കുരു കേട്ടോ, ഒരു ബ്ലാക്ക് കളറിൽ. അപ്പം എന്തായാലും ഈ ഒരു കൊടൈക്കനാൽ ട്രിപ്പ് യാദൃശ്ചികമായിട്ട് വന്ന കേട്ടോ. കാരണം വെച്ചാൽ ഞാൻ ഏകദേശം കൊടൈക്കനാൽ വന്നിട്ട് ഇപ്പം 10 കൊല്ലമായി. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 കൊല്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കല്യാണം കഴിഞ്ഞ് 2014 ഞാനും വൈഫും ഒറ്റയ്ക്ക് കല്യാണം കഴിഞ്ഞ് ആ സമയത്ത് പഴനി വന്നു. പഴനി വന്നിട്ട് അവിടെ നേരെ കൊടൈക്കനാലിൽ പോയിട്ട് ഒരു 3 days അവിടെ നിന്നിട്ടാണ് ഞങ്ങൾ വന്നത്. ഇതിപ്പം 2024 ശരിക്കും 14 വർഷം കല്യാണം കഴിഞ്ഞിട്ട് 10 കൊല്ലമായി. 10 കൊല്ലത്തിന് ശേഷം അതേ ഒരു ട്രിപ്പ് ഞങ്ങൾ അത് യാദൃശ്ചികമായിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് അവിടെ കൊടൈക്കനാലിൽ സ്റ്റേ കിട്ടി. അപ്പോൾ പിന്നെ എന്തായാലും പഴനി പോയിട്ട് അവിടെ പോകാമെന്നുള്ള ആ ഒരു ട്രിപ്പ് യാദൃശ്ചികമായിട്ടത് അങ്ങനെ വന്നു. 10 കൊല്ലത്തിന് ശേഷമുള്ള ആ ട്രിപ്പായിട്ട് വന്നു. ഇപ്പം ഞാനും അവളും ഒറ്റയ്ക്കായിരുന്നു. ഇപ്പോൾ നമ്മുടെ 2 കുട്ടികളും ഉണ്ട്. എൻ്റെ 2 കുട്ടികളായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും കൺട്രി ക്ലബിൻ്റെ മെമ്പർഷിപ്പ് ഞാൻ എടുത്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ വണ്ടിയിൽ നിന്ന് പറഞ്ഞുതരാം. അവരുടെ എങ്ങനെയുണ്ട്, അവരുടെ റിസോർട്ട് എങ്ങനെയുണ്ട്, അവരെ പിന്നെ ഹോസ്പിറ്റാലിറ്റി എങ്ങനെയുണ്ട് എന്നൊക്കെ നമുക്ക് പോയിട്ട്
അവിടെ പോയിട്ട് വിശദമായിട്ട് പറയാം. എന്തായാലും നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പഴനിയെ പോകുന്നു കേട്ടോ. ഈ ഒരു റൂട്ട് നല്ല റൂട്ട് കേട്ടോ. പാലക്കാട് നിന്ന് പൊള്ളാച്ചി വഴി ഗോപാലപുരം ആ റൂട്ടിൽ ഇങ്ങനെ മീനാക്ഷിപുരം ആ റൂട്ടിൽ ഇങ്ങനെ വരികയാണെങ്കിൽ നല്ല റൂട്ടാണ്. ഞങ്ങളിപ്പോൾ ആ റൂട്ടാണ് വരുന്നത്. പെട്ടെന്ന് എടുത്ത് ഇനിയിപ്പോൾ ഏകദേശം ഒരു 50 കിലോമീറ്റർ ഉള്ളൂ ഇവിടുന്ന് നമുക്ക് പഴനിയിലേക്ക്. നമുക്ക് നേരെ ഇപ്പോൾ പഴനി പോയിട്ട് നമുക്ക് അവിടെ നിന്ന് സ്റ്റേ ആണ്, നമ്മളവിടെ റൂമിൽ സ്റ്റേ ചെയ്യണം. എന്നിട്ട് വൈകിട്ട് ഇപ്പോൾ നല്ല വയലല്ലേ, വൈകിട്ട് ഒരു 5 മണിക്ക് ശേഷം മുകളിലേക്ക് കയറാം. സ്റ്റെപ്പ് നടന്ന് കയറണം. നമ്മൾ സ്റ്റെപ്പ് നടന്ന് തന്നെ പിള്ളേരെ കൊണ്ട് സ്റ്റെപ്പ് നടന്ന് തന്നെ നമ്മൾ മുകളിലേക്ക് കയറി അമ്പലമൊക്കെ ഒന്ന് ദർശിച്ചിട്ട് വരാം. എന്തായാലും ഇതാ അപ്പോൾ ഇവർ നൊങ്ക് കട്ട് ചെയ്യുന്നുണ്ട്. 10 എണ്ണത്തിന് 100 രൂപയാണ്. കഴിച്ചോ? ആയി എന്താ പൊന്തത്തില്ല മാറി അവർക്ക് പൊന്തുന്നില്ല. അജുനോ അജുന് പൊന്തുന്നുണ്ട് ചേട്ടാ. അപ്പോൾ ഞങ്ങൾ ഇതാ നൊങ്ക് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. 100 രൂപ 10 എണ്ണം. ഓക്കെ, ഇത് പതനി എന്ന് പറഞ്ഞ സാധനം കേട്ടോ. ഇത് എല്ലാവർക്കും അറിയുന്ന സാധനം. ഈ നൊങ്ക് വെക്കുന്ന എല്ലാ സ്ഥലത്തും ഇതേപോലെ ഒരു പാത്രത്തിൽ ഇതേപോലെയുള്ള ഒരു വലിയൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പം എന്താ ടേസ്റ്റ് എന്നല്ല നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ കുറച്ച് സാമ്പിൾ തന്നിട്ടുണ്ട് അവർ, എന്താ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട്. ആഹാ, നല്ല മധുരം. കുടിച്ചോ പോകുന്നു ഏട്ട്. ഓ പിള്ളേരൊക്കെ കുടിക്കുന്നു കേട്ടോ. അതിന് പതിനി എന്നാ പറയാ. പ്രത്യേക ടേസ്റ്റ് ഒന്നുമില്ല, കള്ളിൻ്റെ ടേസ്റ്റ് ഒന്നും അല്ല കേട്ടോ. ശരിക്കും നല്ലൊരു എന്ന് പറഞ്ഞാൽ നമ്മുടെ കഞ്ഞിവെള്ളത്തിൽ മധുരട്ട് എങ്ങനെ ഉണ്ടാവും അതുപോലുള്ള ടേസ്റ്റാണ്. എങ്ങനെയുണ്ട് കുടിച്ചിട്ട്? ടേസ്റ്റ് ഉണ്ടല്ലേ? നല്ല ടേസ്റ്റുള്ള സാധനമാണ്. നമ്മൾ ഇപ്പോൾ റൂമിൽ വന്നാണ് കേട്ടോ. ദണ്ഡപാണി നിലയത്തിൽ വന്നിപ്പോൾ റൂം ബുക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇരിക്കേണ്ടത്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് കേട്ടോ. എൻട്രൻസ് ഗേറ്റ് ഇതാണ്. അപ്പോൾ നമ്മൾ എൻട്രൻസ് നേരെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇവിടെ ഇങ്ങനെ ഒരു നമ്മ പഴനി എന്നുള്ളൊരിത് കാണാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അതടുത്ത് ആ കാണുന്ന ബിൽഡിംഗാണ് ഓഫീസ്. ഇവിടെ ഓഫീസിൽ പോയിട്ട് നമ്മൾ പൈസ കൊടുത്തിട്ട് റൂം ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ ഒരാളെ നമ്മളെ കൂടെ പറഞ്ഞേക്കും, ചാവി തരും. നേരെ പോയിട്ട് നമ്മൾ റൂം ബുക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. നല്ല ഒരു കുളിച്ച് ആദ്യം നമ്മളവിടെ ഓഫീസിൽ പോയി പൈസയൊക്കെ കൊടുത്ത് നമ്മളൊരു ഐഡിയ ഒക്കെ കൊടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് റൂമിൽ വന്ന് നല്ല ഒരു കുളിച്ച് ഇതാണ് കേട്ടോ നമ്മുടെ റൂം. ഇതെങ്ങനെ ഉണ്ടാവും, നല്ല സെറ്റപ്പാണ്. പാർക്കിംഗ് നമ്മുടെ വണ്ടി താഴെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇഷ്ടം പോലെ സ്ഥലമുണ്ട് പാർക്ക് ചെയ്യാനുള്ള, ഒരുപാട് സ്ഥലമുണ്ട്. ഇതിൻ്റെ ബിൽഡിങ്ങിന് ഇങ്ങനെയാണ് കേട്ടോ. ഇതൊരു ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ്. ശരിക്കും നല്ലൊരു സംഭവമാട്ടോ. ഇത് ഒരുപാട് ഇതിങ്ങനെ ലോഡ്ജ് പോലെ അങ്ങനെ കെട്ടിയിട്ടിട്ട് ഇതുപോലത്തെ ഒരുപാട് ബിൽഡിംഗ് ഉണ്ട്. 4ഓ 5ഓ ദണ്ഡപാണി നിലയം എന്ന് പറഞ്ഞാൽ പഴനിയിൽ എല്ലാവരും അറിയുന്ന ഒരു സംഭവമാണ്. ഒരുപാട് ബിൽഡിംഗ് ഉണ്ട്. ഇവിടെ നോക്കിയെന്നാൽ ശരിക്കും നമ്മുടെ പഴനി കാണാം കേട്ടോ. മുകളിൽ അതാ കാണുന്നത്. ഞാൻ സ്റ്റെപ്പ് കയറി ഇവിടെ നമ്മൾ പോകാം. പഴനി നേരെ ഇവിടുന്ന് കാണാം. എന്തായാലും നല്ലൊരു ഗവൺമെൻറ്, നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് സംഭവങ്ങളൊക്കെ കേട്ടോ. മുകളിലേക്കുണ്ട്, എല്ലാ സംഭവങ്ങളുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഫാമിലി വന്നാലും ഒരു 10 പേര് വന്നാലും 15 പേര് വന്നാലും ഒരു 40 പേര് വന്നാലും അവർക്ക് താമസിക്കാനുള്ള സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. എ സി ഉണ്ട്, നോൺ എ സി ഉണ്ട്. അപ്പോൾ നിർഭാഗ്യവശാൽ ഞാൻ എയർ കണ്ടീഷൻ റൂമായിരുന്നു ചോദിച്ചത്. പക്ഷേ ഇവിടെ ഒരു ആഘോഷം നടക്കുന്നുണ്ട്, തങ്കത്തേര് നടക്കുന്നതിന് കൊണ്ട് ഒരുപാട് തിരക്ക്, ഒരുപാട് യാത്രകളുണ്ട്. അതിന് റൂം തന്നെ ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് നമുക്ക് നല്ലൊരു റൂം കിട്ടി. നമ്മുടെ റൂം നമ്പർ ഇതാണ് കേട്ടോ, 29. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ ഇനിയാണ് നമ്മുടെ റൂമിൻ്റെ പ്രൈസ് അറിയുന്നത്. അപ്പം ഈ ദണ്ഡപാണി നിലയത്തിൽ ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ്. അപ്പം ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടോ, കാണിച്ചിട്ട് ഞാൻ ഇതാണ് അവരുടെ പേയ്മെൻറ്റിൻ്റെ സ്ലിപ്പാട്ടോ ഇതോട് കാണിക്കുന്നത് കണ്ടോ. ദണ്ഡപാണി അതായത് 600 രൂപ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാലൻസ് റീഫണ്ട് 300. നമുക്ക് റൂമിന് വരുന്നത് 300 രൂപയാണ് കേട്ടോ. നമുക്ക് ഒരു ദിവസത്തെ റൂമിന് വരുന്നത്, നമുക്ക് ഡബിൾ റൂം വരുന്നത് 300 രൂപയാണ്. റൂം അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്, 2 കോട്ടുണ്ട്, ഫാനുണ്ട്, നീറ്റ് ആൻഡ് ക്ലീൻ, ബാത്റൂമൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമ്മളൊരു അഡ്വാൻസ് നമ്മുടെ 600 രൂപ കൊടുത്തിട്ടുണ്ട്, 300 നമുക്ക് തിരിച്ചു തരും. ഇത്രയും ഒരു സൗകര്യമുള്ള ഒരു സ്ഥലമാണ് ഈ ദണ്ഡപാണി നിലയം. അപ്പോൾ പഴനിയിൽ വരുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ആദ്യം ഈ ദണ്ഡപാണി നിലയത്തിൽ വന്നിട്ട് റൂം അന്വേഷിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രം നിങ്ങൾ പുറത്ത് ശ്രമിച്ചാൽ മതി. പുറത്ത് ഇപ്പോൾ ആക്ച്വലി നമ്മളൊരു ഡബിൾ റൂം, നോൺ എ സി റൂം നിങ്ങൾ പുറത്ത് അന്വേഷിക്കുകയാണെങ്കിൽ 1200 രൂപ കൊടുക്കണം. അതും സീസണിലാണെങ്കിൽ അതിലും കൂടും.
ഒരു എയർ കണ്ടീഷൻ റൂം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 1500 മുതൽ 2000 വരെ, സീസണിൽ 2000 വരെ പോകും. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഈ ഒരു ഓഫ് സീസണിലൊക്കെ പോകുകയാണെങ്കിൽ ഒരു 1500 രൂപ വെച്ച് നമുക്ക് കിട്ടും. അപ്പോൾ എന്തിനും നമുക്ക് ഇവിടെ അപ്പം നമുക്ക് ഇപ്പോൾ ഒരു നോൺ എ സി റൂം നമുക്കൊരു 300 രൂപ കിട്ടിയിരുന്നെങ്കിൽ എയർ കണ്ടീഷൻ റൂം ഏകദേശം എൻ്റെ അഭിപ്രായം 600 രൂപയാണ് എ സിക്ക് ഇവിടെ ചാർജ് ചെയ്യുന്നു തോന്നുന്നു കേട്ടോ. അപ്പോൾ 600 രൂപയ്ക്ക് നമുക്ക് എ സി റൂം, എയർ കണ്ടീഷൻ റൂം നമുക്ക് കിട്ടും. ഓഫ് സീസണിലൊക്കെ വരികയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് റൂം പെട്ടെന്ന് കിട്ടും. ഇപ്പോൾ സീസണായതിനെ കൊണ്ടാണ് എല്ലാം ഫുള്ളായത്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് നല്ല ഇവരെ പോർച്ചായാലും പുറത്തുള്ളതായാലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കണ്ടോ. നല്ല ആര്യവേപ്പിൻ്റെ മരമാണ്. നമ്മുടെ വണ്ടി നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെ പാർക്ക് ചെയ്യാൻ കിട്ടി. ഇനി ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്യാം. ഇതുപോലത്തെ പല ബിൽഡിംഗ് ഉണ്ട്. മുന്നിൽ ഒരു ബിൽഡിംഗ് ഉണ്ട്. എല്ലാ ബിൽഡിങ്ങിനും തനിത്തനി പേരാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ബിൽഡിങ്ങിനും മുകളിൽ മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ ബിൽഡിങ്ങിനും മലയാളത്തിൽ മലയാളം, തമിഴ്, ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് നല്ലൊരു ഇതാട്ടോ. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ താമസിക്കുന്ന ബിൽഡിംഗ് തന്നെ പ്യൂരിഫൈഡ് ഡ്രിങ്കിങ് വാട്ടർ വരുന്നുണ്ട്. അപ്പോൾ അതുവരെ തമിഴ്, ഇംഗ്ലീഷ് ആൻഡ് മലയാളം ഈ 3 എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പഴനിക്ക് വരുന്ന ആൾക്കാർ പൈസ കുറഞ്ഞത് കൊണ്ട് മാത്രമല്ല കേട്ടോ, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള പഴനി ദേവസ്വത്തിൻ്റെ അണ്ടറിലുള്ള ഒരു റൂമായതുകൊണ്ടാണ്. അതും നല്ല വെള്ളം, ചൂടുവെള്ളമാണെങ്കിൽ ചൂടുവെള്ളമുണ്ട്, തണുത്ത വെള്ളം നമുക്ക് തണുത്ത വെള്ളം കിട്ടും. എല്ലാ സാധനം വെള്ളമൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാണ് ഞാൻ നോക്കിയപ്പം ഒരുപാട് മലയാളികൾ നമുക്ക് ഇവിടെ വന്ന് റൂം എടുത്തിട്ടുണ്ട്. ഒരുപാട്. പക്ഷേ ഓൺലൈനിൽ ഇവർക്കൊരു പ്രശ്നമുണ്ട്. ഓൺലൈനിൽ ഞാൻ എത്ര ഉച്ചയ്ക്ക് വരെ ഒരു 10 മണി മുതൽ ഞാൻ ശ്രമിക്കുന്നുണ്ട്, നമുക്ക് കിട്ടില്ല. അപ്പം ഞാൻ ഇവിടെ വന്ന് ഇവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓൺലൈനിൽ നമ്മൾ ഇപ്പം ഫോൺ അങ്ങനെ കിട്ടില്ല. ആൾക്കാർ ശല്യം ചെയ്യുന്നതുകൊണ്ട് ഫോൺ വിളിച്ചാലും എടുക്കില്ല. അപ്പം പഴനിയിൽ വരികയാണെങ്കിൽ നേരിട്ടിട്ട് ദണ്ഡപാണി നിലയം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എല്ലാവർക്കും അറിയാം. നേരെ വരിക, ഓഫീസിൽ പോവുക, റൂം അന്വേഷിക്കുക, എന്തെങ്കിലും എടുക്കുക. ഇവിടെ 10, 400, 450, 500 മേലെ റൂമുകളുണ്ട്. എനിക്ക് തോന്നുന്നൊരു 7-8 ബിൽഡിംഗ് ആയിട്ടുണ്ട്. ഓരോ പല സ്ഥലത്തും ഇവരെ ദേവസ്വത്തിനുണ്ടുള്ള ബിൽഡിങ്ങുകളുണ്ട് കേട്ടോ. പിന്നെ മറ്റൊരു സൗകര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റൂമിൽ നിന്ന് കുളിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഈ കാണുന്ന വഴി തന്നെ പുറത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ നമുക്ക് ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ്. അത് നേരെ കയറി ഇങ്ങനെ പോകാം. ഞങ്ങളിപ്പോൾ ഒന്ന് ഫ്രഷ് ആയിട്ട് ക്ഷേത്രത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോകണം. അപ്പോൾ പോകുന്ന വഴി ഞാൻ ആ റൂട്ട് കാണിച്ചുതരാം. റൂമൊന്ന് കാണിച്ചുതരാം. 29 ഇതാട്ടോ റൂം. എല്ലാം റെഡിയായോ? നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കോ എന്ന് എനിക്കില്ല. കണ്ടോ, നമുക്ക് ലഗേജ് വെക്കാനുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട്. വലിയൊരു മിറർ ഉണ്ട്. റൂമിന് ഇത്രയും വലിയ റൂമാണ്, ഇത്രയും സ്പേസ് ഉണ്ട് കേട്ടോ. താഴെ കണ്ടോ, നീറ്റ് ആൻഡ് ക്ലീൻ. ഞങ്ങൾ വന്നതിന് ശേഷം അപ്പോൾ റൂം കുറച്ചെങ്കിലും വൃത്തികേടാക്കിയത്. ഹാങ്കർ, എല്ലാ സംഭവങ്ങളുണ്ട്. ബാത്റൂമൊക്കെ വലിയ ബാത്റൂമാണ്. അതായത് നമുക്ക് ടോയ്ലറ്റ്, ബാത്റൂം രണ്ട് സെപ്പറേറ്റ് ആണ്. ഇത് ടോയ്ലറ്റ്, ഇത് ബാത്റൂം, 2 സെപ്പറേറ്റ് ആണ്. അടിപൊളി റൂമാണ്. അപ്പോൾ റൂമിനെ പറ്റി റൂം എങ്ങനെയുണ്ട് പറഞ്ഞു? അജു എങ്ങനെയുണ്ട്? റൂം കുഴപ്പമൊന്നുമില്ലല്ലോ, അടിപൊളി. അപ്പോൾ റൂം കണ്ടില്ലേ? റൂം അടിപൊളിയാണ്. ഇനി നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോവാം. ഇപ്പോൾ പോയി കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 4:30 മണി 5 മണി ആവാനായി. ഇനി ക്ഷേത്രത്തിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. നമ്മൾ താമസിക്കുന്ന വീടാട്ടോ, കാർത്തികേയൻ വിടുതി എന്ന് പറഞ്ഞിട്ട്. ഇതുപോലെ ഓരോ ബിൽഡിങ്ങിനും കണ്ടോ, എല്ലാം ഓരോ ബിൽഡിങ്ങാണ്. ഇതുണ്ടോ, ഇത് KL2 കേരളത്തിൽ നിന്ന് തന്നെയാണ് ഒരുപാട് പേര് വരുന്നത് കേട്ടോ. ഇവിടുത്തെ എടുത്തു പറയുന്നത് നല്ല വൃത്തിയാട്ടോ. റോഡൊക്കെ കണ്ടില്ലേ? അപ്പോൾ ഓരോ താമസിക്കുന്നതിനും ഓരോ ബിൽഡിങ്ങിനും ഓരോ പേരുണ്ട്. ഇതുപോലെയുള്ള എനിക്ക് തോന്നുന്ന ഒരു 6-7 ബിൽഡിങ്സ് ഉണ്ട് അവിടെ. ഇതുണ്ടോ, നമ്മുടെ റൂമിൽ നിന്ന് ശരിക്കും നമ്മൾ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ക്ഷേത്രത്തിലേക്ക് നടക്കുന്ന ആ ഒരു വഴി തന്നെ നമുക്ക് എത്തും. എല്ലാത്തിനും സൗകര്യം ഉണ്ട് ഇവിടെ. ഇതിൻ്റെ പുറത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ ഹോട്ടൽസ് ഉണ്ട്. ആ നേരെ കാണുന്നതാണ് ക്ഷേത്രം കേട്ടോ. ഞാൻ സ്റ്റെപ്പൊക്കെ കയറി പോകണം. ഇത് കണ്ടില്ലേ, ഈ സ്ഥലത്തെത്തും, പുറത്തെത്തും. നമ്മൾ ശരിക്കും ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള വഴിയാണ്, അവിടെ എത്തിപ്പെടും. അപ്പോൾ അത്രയും ഈസിയല്ലേ, നമുക്ക് നടക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇപ്പോൾ ഉത്സവം കഴിഞ്ഞിട്ട് ഉള്ള ഒരു സമയം കേട്ടോ. കേട്ടോ, അവിടെ മൊത്തം ഈ വെയിലടിക്കാതെ വേണ്ടി മൊത്തം മുകളിൽ പന്തലൊക്കെ ഇട്ടിച്ച് പിന്നെ എല്ലാം കഴിച്ച് കൊണ്ടുപോവാണ്. ഇവിടെ തന്നെ നമ്മുടെ ക്ലോക്ക് റൂമൊക്കെ ഇവിടെ വരുന്നുണ്ട്. ക്ലോക്ക് റൂമൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ റൂം എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഉപകാരമാണ് എല്ലായിടത്തും പോകാനും. പിന്നെ ഇപ്പം നമ്മൾ പഴനിയിൽ പോയിട്ട് വരിക കേട്ടോ. ഞങ്ങൾ മുകളിൽ പോയി വന്ന് ഇപ്പം ഈ റീസെൻ്റ്ലി ഒരു 5 മാസം പഴനിയിൽ നടന്ന ഒരു മാറ്റമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്ന്, നമുക്ക് പഴനിയിലേക്ക് സ്റ്റെപ്പ് കയറി പോവുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഷൂവോ ചെരുപ്പോ ഉപയോഗിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. എല്ലാം സ്റ്റെപ്പിന് പുറത്തെഴുതി വെറും കാലോട് വേണം നടന്ന് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകാൻ. പിന്നെ മൊബൈൽ, ക്യാമറ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണ്, ഒരിക്കലും അലൗഡ് അല്ല. ഈ 6 മാസം കോടതി ഉത്തരവ്, തമിഴ്നാട് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം
ഒരിക്കലും മൊബൈലോ ക്യാമറയോ എടുത്ത് ഉള്ളിലേക്ക് അലൗഡ് ചെയ്യുന്നതല്ല. അപ്പോൾ അത് ഇവിടെ നമുക്ക് കൗണ്ടറുണ്ട്, 5 രൂപ വെച്ച് പോവാം. റൂമിൽ വേണമെങ്കിൽ റൂമിൽ വെച്ചിട്ട് പോവാം. അപ്പം നമ്മൾ നിൽക്കുന്ന ഈ നമ്മുടെ ദണ്ഡപാണി നിലയത്തിൻ്റെ കുറച്ചടുത്താണ് പഴനിയിൽ നടയിലേക്ക് നടന്നു പോകുന്ന തൊട്ടടുത്ത് ജസ്റ്റ് ഒരു 20 മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് അമ്പലത്തിന് നടയിലെത്താൻ പറ്റും. നടന്ന് പോകാനുള്ള മല കയറാനുള്ള നട അത്രയും അടുത്താണ്. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അഥവാ ആരെങ്കിലും കണ്ണ് വെട്ടിച്ചിട്ട് മൊബൈൽ മുകളിലേക്ക് കൊണ്ടുപോയാൽ മൊബൈൽ അവിടെ പിടിക്കുകയും അതിന് തക്കതായ ഫൈൻ അടിക്കുകയും ചെയ്യും. ഞങ്ങളിപ്പം മല കയറി വരികയാണ്. അജുവൊക്കെ 700 സ്റ്റെപ്പ് കയറി. എങ്ങനെയുണ്ട് അജു? ടയർഡായോ സ്റ്റെപ്പ് കയറിയിട്ട്? അവ ടയർഡായതാ പറഞ്ഞത്. പിന്നെ ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഇന്ന് ഞങ്ങളുടെ അന്നദാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അന്നദാനമൊക്കെ കഴിച്ചു, വിശദമായ അന്നദാനം. അപ്പോൾ പഴനി വരുമ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അവിടെ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 9 വരെ അന്നദാനം ഉണ്ട് കേട്ടോ. അന്നദാനം ഉണ്ടെന്നാൽ നല്ല ശരിക്കും നമ്മുടെ ഗുരുവായൂരിൽ ഇല 8 പായസം അടക്കമുള്ള വിഭവങ്ങളോട് കൂടിയ സദ്യയാണ് അവിടെ കൊടുക്കുന്നത് പഴനിയിൽ. അപ്പോൾ അത് കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ പഞ്ചാമൃതം വെറുതെ പൈസ കൊടുത്ത് നമുക്ക് വാങ്ങിക്കാം. അത് കൂടാതെ വെറുതെ ഒരു ഇലയുടെ ഒരു കപ്പിൽ വെറുതെ നമുക്ക് കൊടുക്കുന്നുണ്ട്, പ്രസാദമായിട്ട് കൊടുക്കുന്നുണ്ട്. അതും വാങ്ങി കഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ പഴനിയിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദണ്ഡപാണി നിലയത്തിൽ റൂം എടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് പൈസയെ ലാഭമാവും. നിങ്ങൾക്ക് പോകാനുള്ള സൗകര്യങ്ങൾ അടുത്താണ്. സേഫ്റ്റി, നീറ്റ് ആൻഡ് ക്ലീൻ എല്ലാം കൊണ്ടും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതപ്പം പഴനിയിൽ മുകളിൽ കയറി ക്യാമറയൊക്കെ ചെയ്യാമെന്നുള്ള പ്രതീക്ഷയിൽ പോയത്. പക്ഷേ എല്ലാ പ്രതീക്ഷയും മങ്ങി. ക്യാമറ ഒന്നും എല്ലായിടമില്ല. ഒരു 6 മാസമായിട്ട് സ്ട്രിക്ട്ലി എല്ലാ സംഭവങ്ങളും ഇതാണ്. അടിപൊളിയാണ് കേട്ടോ. നമ്മ പഴനി എന്നുള്ള ഇങ്ങനെ ഒരു ബോർഡ് കാണാം. പകൽ ഈ ബോർഡ് തന്നെ ഉണ്ടാവും കേട്ടോ. ശരിക്കും മുല്ലച്ചെടിയാണ്, മുല്ലയൊക്കെ മുട്ടിട്ട് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ എൻട്രൻസ് ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇവർക്ക് 1, 2, 3 സ്ഥലങ്ങളുണ്ട്. അപ്പം നമ്മൾ ഗൂഗിൾ മാപ്പിൽ ദണ്ഡപാണി നിലയം പഴനിയിൽ നിന്ന് അടിച്ചാൽ തന്നെ നമുക്ക് ഗൂഗിൾ മാപ്പ് കാണിക്കും. 2-3 എണ്ണം കാണിക്കട്ടോ. ഇതാണ് ഇവിടുത്തെ വലുത്. അപ്പോൾ ആരോട് ചോദിച്ചാലും പബ്ലിക്കിനോട് ദണ്ഡപാണി നിലയം ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം, എല്ലാവരും പറഞ്ഞു തരും. അപ്പം ശ്രദ്ധിക്കുക. ഒന്നിൽ ഗൂഗിൾ മാപ്പ് ഇട്ട് വരാം, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് പബ്ലിക്കിനോട് ചോദിച്ചിട്ട് ഇത് യൂസ് ചെയ്യുക. ഓക്കെ. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ പഴനി മുന്നിൽ നമ്മുടെ മഴവിൽക്കാവടിയിൽ ആ ജയറാം ബാഗ് തട്ടിപ്പറിച്ച് ഓടുന്ന ഒരു സ്ട്രീറ്റ് ഉണ്ടല്ലോ, അതൊന്ന് കാണാൻ വേണ്ടി പോവാണ്. അത് അപ്പം നൈറ്റ് നല്ല ഭംഗിയാണ് കാണാൻ. അതും കൂടെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സ്ട്രീറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു സ്ട്രീറ്റാട്ടോ. ഇതാണ് നമ്മുടെ മഴവിൽക്കാവടി സിനിമയിൽ ആ ജയറാം ബാഗ് എടുത്തിട്ട് ഓടുന്ന ആ ഒരു സ്ട്രീറ്റാണ് നമ്മുടെ പഴനി. ഇതാണ് മുരുകൻ്റെ ക്ഷേത്രം. നമ്മുടെ എൻട്രൻസ് ആണ് കണ്ടോ. മലമുകളിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു ഫ്രണ്ട് ലൈനിൽ ഇവിടെ വെച്ചിട്ടാണ് ആ ഒരു ഷൂട്ട് ചെയ്തത് കേട്ടോ. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വഴിയാട്ടോ. ഇത് കണ്ടില്ലേ, ഈ ഒരു വഴി ഒരിക്കലും മറക്കാൻ പറ്റാത്ത വഴിയാട്ടോ. ഞാൻ തന്നെ ഈ മഴവിൽക്കാവടി സിനിമ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അതിൽ ഈ ഒരു ഭാഗം ഭയങ്കര രസമാണ്. ജയറാം ഫസ്റ്റ് പഴനിയിൽ വന്നിട്ട് അവിടുന്ന് ബാഗ് തട്ടിപ്പറിച്ച് ഓടുന്ന ആ ഒരു വഴി കേട്ടോ. ഇപ്പോഴും അതേപോലെ തന്നെ ഉണ്ട് ഈ വഴി കേട്ടോ. 2 സൈഡും കടകളാണ്. ആളുകൾ ഏകദേശം കുറഞ്ഞ സമയം ഏകദേശം 9-9:30 ആവാറായി. ഇതിങ്ങനെ അതുവരെ നമുക്ക് പോകാൻ പറ്റും. 2 സൈഡും ഈ കച്ചവടക്കാരും എല്ലാമാണ്. ഈ ഒരു സിനിമ, ഈ ഒരു റോഡ് ഇല്ല അജു, ജയറാമിൻ്റെ ഒരു സിനിമ ഉണ്ടല്ലോ മഴവിൽക്കാവടി, ആ സിനിമയിൽ ഒരു ഷൂട്ട് ചെയ്ത ഒരു റോഡാണ് ജയറാമിൻ്റെ ഒരു ബാഗ് തട്ടിപ്പറിച്ച് പോകുന്നത്. നീ കണ്ടിട്ട് ആ മൂവി കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഇനി ആ മൂവി കാണുമ്പോൾ നോക്കിക്കോളൂ കേട്ടോ. ഈ ഒരു സ്ട്രീറ്റായിരിക്കും അത്. ഭയങ്കര ചൂടാണ് കേട്ടോ ഇവിടെ പഴനിയിലെ. 2 സർബത്ത് കുടിക്കാൻ വേണ്ടി വന്നതാണ് ഇതിനെ. നല്ല തണുത്ത സർബത്ത് കുടിക്കാട്ടോ. അപ്പം നമ്മുടെ പഴനിയുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ രാവിലെ നമ്മൾ നേരെ ഇവിടുന്ന് കൊടൈക്കനാലിലേക്ക് വിടും. അപ്പം നാളത്തെ വീഡിയോ ഒക്കെ കൊടൈക്കനാലിലായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അതുവരെയും ഗുഡ് ബൈ.